വെൽക്കം ടു സെലിൻസ് അടുക്കള. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂവപ്പൊടിയും കൊണ്ടുള്ളൊരു പലഹാരമാണ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അലിസിസാണ്. അതിന് 2 മുട്ട ഞാൻ ഉടച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. കോഴിമുട്ടയാണ്. 2 മുട്ട ഉടച്ചൊഴിച്ച് ഒരു സ്പൂണ് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ച് പതഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1.5 കപ്പ് അളന്ന് വെച്ചിരിക്കുന്ന കൂവപ്പൊടി, അതിലേക്ക് 1 കപ്പ് പാല് ആഡ് ചെയ്യുന്നു. നമ്മുടെ ആവശ്യാനുസരണം പാല്, ഒരു സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി അതിനുള്ളിൽ ഫില്ല് ചെയ്യുവാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത്, അതിലേക്ക് 3 ഏലക്ക പൊടിച്ചത്, 3 സ്പൂൺ പഞ്ചസാര കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇപ്പം മിക്സ് ആയിട്ടുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതൊരിത്തിരി നേരം വെച്ചാൽ നല്ലതാണ്. ഇനി പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇച്ചിരി നേരം മിക്സ് വെച്ച് ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി ഒരു സൈഡിലേക്ക് വെച്ചു. നമ്മളിനി അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് ഒരു പാത്രം വയ്ക്കുന്നു. പാത്രം ചൂടായി കഴിഞ്ഞ് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിൽക്കൊട്ട് കുറേശ്ശെ പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് നമ്മളിത് പാത്രത്തിൽ ചുറ്റിച്ചു ഇങ്ങനെ ആക്കി, ഇനി അതൊന്നൊരടപ്പ് കൊണ്ട് അടച്ചു വെച്ച് പതുക്കെ വേഗം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. അടുപ്പിൽ നിന്ന് നമ്മൾ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ തേങ്ങ മിക്സ് ചെയ്തത് വെച്ച് നമ്മൾ ചുരുട്ടി വീണ്ടും നമ്മൾ കോരി ഒഴിക്കുന്നു. ഇത് ഞാനിപ്പോൾ മാവ് എടുത്തിരിക്കുന്നത്, കൂവപ്പൊടി എടുത്തിരിക്കുന്ന 1.5 കപ്പ്, തേങ്ങ ചിരകിയത് 1 കപ്പ്, ഷുഗർ 3 ടീസ്പൂൺ, ഏലക്കാപ്പൊടി 3 എണ്ണം പൊടിച്ചതാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത്, കൂവപ്പൊടി 1.5 കപ്പ്, 2 മുട്ട, ഉപ്പ്, കൂവപ്പൊടിയുടെ കൂട്ടിനകത്ത് 1 സ്പൂൺ പഞ്ചസാര. ഇത്രയുമാണ് അതിനകത്ത് മിക്സ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പാല്. നമ്മളിവിടെ ഉണ്ടാക്കിയ അലിസിസ് ഇതാണ്. വളരെ ടേസ്റ്റിയാണ്. 4 മണി പലഹാരമാണ്. ഇനി കൂവപ്പൊടി അല്ലാതെ ഇത് മൈദ മാവ് കൊണ്ടും ഇതിങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൂവപ്പൊടിയാണ്. പ്രായമായവർക്കും കുട്ടികൾക്കും വളരെ നല്ല ഒരു പോഷകസമൃദ്ധമായ ഒരു സാധനമാണ് ഇത്.